കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? പുതിയ ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിരുന്നു അല്ലേ? ആ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ബലങ്ങളെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? പിന്നീട് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഗലീലിയോയുടെ നിരീക്ഷണങ്ങൾ വരെ എത്തിയിരുന്നു അല്ലേ? അപ്പൊ ഗലീലിയോ പറഞ്ഞ നിരീക്ഷണങ്ങളാണ് പിന്നീട് ആര് പഠനം നടത്തിയത്? ന്യൂട്ടൺ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ ന്യൂട്ടന്റെ ചലനങ്ങളെ കുറിച്ച് പഠിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം കേട്ടോ. ന്യൂട്ടന് 3 ചലന നിയമങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്തായിരുന്നു ബലം പറഞ്ഞിരുന്നു? ബലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്തായിരുന്നു? ഒരു വസ്തുവിനെ, നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ ദിശ മാറ്റാനോ നാം എന്താണ് പ്രയോഗിക്കേണ്ടത്? അതിനെയാണ് നമ്മൾ എന്ത് പറയാന്ന് പറഞ്ഞു? ബലം എന്ന് പറയുന്നു പറഞ്ഞു അല്ലെ? അല്ലെങ്കിൽ ഫോഴ്സ്. എന്തെങ്കിലും ഒരു ചേഞ്ച്, ആ ബോഡിക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ അപ്ലൈ ചെയ്യുന്നത്, ആ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഒരു മോഷൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനത്തെ ഫോഴ്സാണ് അപ്ലൈ ചെയ്യേണ്ടത്? എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം അല്ലെ? എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അപ്പൊ നോക്ക്, ഇങ്ങനത്തെ അല്ലെങ്കിൽ അസന്തുലിതമായൊരു ബാഹ്യബലം നമ്മൾ പ്രയോഗിച്ചാൽ മാത്രമേ ഏതൊരു വസ്തുവിനും എന്തെങ്കിലും ചേഞ്ച് വരാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ മാറ്റം സംഭവിക്കുകയുള്ളൂ. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് മാറ്റം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചലനാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിന് മാറ്റം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ, ദിശ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അസന്തുലിതമായൊരു ബാഹ്യബലം ആ വസ്തുവിന്മേല് പ്രയോഗിക്കണം. എന്നാൽ മാത്രമേ ആ വസ്തുവിന് എന്തുള്ളൂ? ചലനം സംഭവിക്കുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് അല്ലേ? ഇനി നോക്കൂ, നമ്മളൊരു ബലം ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു വസ്തുവിടെ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തു ഉണ്ട്. ഇപ്പൊ ഒരു ബോൾ, തറയിൽ ബോൾ നിശ്ചലാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ വസ്തുവിന് മുകളില് ഒരു തരത്തിലുള്ള ബലവും പ്രയോഗിക്കുന്നില്ലെങ്കിൽ, ഒരു തരത്തിലുള്ള ഫോഴ്സും അതിന് മുകളിൽ എക്സേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ബോളിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കോ? ഒന്ന് പറഞ്ഞു, എന്തെങ്കിലും മാറ്റം സംഭവിക്കോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സംഭവിക്കോ? ഇല്ല അല്ലെ? ആ ബോൾ എങ്ങനെ തന്നെ ഇരിക്കും? ആ റെസ്റ്റ് തന്നെ അതെന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ ആ ബോള് നിശ്ചലാവസ്ഥയിൽ തന്നെ അതെന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി നോക്ക്, ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോളാണെന്ന് വിചാരിക്കുക. തറയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോളാണെന്ന് വിചാരിക്കുക. അവിടെ ഒരു തരത്തിലുള്ള ഒരു ഫോഴ്സ് അതിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബലം അതിന്റെ മുകളിൽ പ്രയോഗിക്കുന്നില്ലെങ്കിൽ ആ ഉരുണ്ടു പോകുന്ന ബോളിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? എന്ത് ചെയ്യും? അത് ഉരുണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കി, ഇവിടെ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ബോള് ചലിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അസന്തുലിതമായൊരു ബാഹ്യബലം ആ വസ്തുവിന്മേൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രയോഗിക്കണം അല്ലെ? അല്ലെങ്കിൽ എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ബോളിന് മുകളില് ആ ബോൾ എന്ത് ചെയ്യണം? നിശ്ചലാവസ്ഥയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിനു മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കണം. എന്നാൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ? നിശ്ചലാവസ്ഥയിലേക്ക് വരുള്ളൂ അല്ലെ? നമ്മള് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ അതിന് മനസ്സിലാക്കിയത്, ഒരു വസ്തുവിന് ചലനം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അസന്തുലിതമായൊരു ബാഹ്യബലം മുകളിൽ പ്രയോഗിക്കണം. അപ്പൊ ഇനി നോക്കി, ഇങ്ങനത്തെ ഒരു അസന്തുലിതമായൊരു ബാഹ്യബലം നമ്മൾ പ്രയോഗിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ആ വസ്തുവിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണെങ്കിൽ അതേ അവസ്ഥയിലും, അല്ലെങ്കിൽ ചലനാവസ്ഥയിലാണെങ്കിൽ ആ ചലനാവസ്ഥയിലും ആ വസ്തു എന്താണ്? തുടരുന്നതാണ് അല്ലേ? ഈ കാര്യമാണ് ആരും പറഞ്ഞത്? ന്യൂട്ടനും പറഞ്ഞത്. അപ്പൊ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം പറയുന്നത് എന്താന്ന് വെച്ചാല്, അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും, അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലൊരു വസ്തു നിശ്ചലാവസ്ഥയിലും ചലനാവസ്ഥയിലൊരു വസ്തു ചലനാവസ്ഥയിലും തുടരുന്നതാണ്. ഏതുവരേക്കും? അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ.
ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്ന് പറഞ്ഞത്. അപ്പൊ ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയുന്നത് എന്തെന്ന് വെച്ചാല്, എവറി ഒബ്ജക്റ്റ് കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ along a straight line unless an unbalanced external force act on it. This is the Newton first law of motion. പറഞ്ഞ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റെസ്റ്റ് എന്നുള്ള സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു ബോഡി ആ ഒരു സ്റ്റേറ്റിലും യൂണിഫോം മോഷനിലായിരിക്കുന്ന ഒരു ബോഡി ആ ഒരു സ്റ്റേറ്റിലും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അൺലെസ് ആൻഡ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് നമ്മൾ അതിന്റെ മുകളിൽ എക്സെർട്ട് ചെയ്യുന്നത് വരേക്കും ആ ഒബ്ജക്റ്റ് ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ സ്റ്റേറ്റിൽ അത് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മള് ഈ കാര്യം ന്യൂട്ടൺ എന്താണ് പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ. അപ്പൊ നോക്ക്, ഇവിടെ ഒരു അവസ്ഥ ഉണ്ട്. എന്ത്? റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള അവസ്ഥ ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ എന്താണ്, മോഷനിലായിരിക്കുന്ന ഒരു ബോഡി മോഷനിൽ തന്നെ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ നോക്കേ, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിന് സ്വയം ചലിക്കാൻ കഴിയുന്നില്ല അല്ലെ, അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നിശ്ചലാവസ്ഥയിലേക്ക് എത്താൻ വയ്യാത്തൊരു അവസ്ഥയും വരുന്നുണ്ട്. രണ്ട് കണ്ടീഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലെ. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജഡത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ പറയാം ഇനേർഷ്യ എന്ന് പറയും. എന്ത്? ജഡത്വം. അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, ഇനേർഷ്യ എന്ന് വിളിക്കാം. ജഡത്വം അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, ഇനേർഷ്യ എന്ന് വിളിക്കാം. ഓക്കെ. അപ്പൊ നോക്ക്, ഞാനൊരു എക്സ്പെരിമെന്റ് പറയാം. ഇപ്പൊ നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ അല്ലെ, വെള്ളം നിറഞ്ഞൊരു വാട്ടർ ബോട്ടിൽ എടുത്തു, എന്നിട്ട് ഒരു കാർഡ്ബോർഡിന്റെ മുകളിൽ അത് വെച്ച്. ഇപ്പൊ വാട്ടർ ബോട്ടില് ഈ കാർഡ്ബോർഡിന്റെ മുകളില് റെസ്റ്റിലാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതെന്താണ്, ഒരു നിശ്ചലാവസ്ഥയിലാണ് അത് ഇരിക്കുന്നത്. ഓക്കെ. ഇനി ചെയ്യാൻ പോകുന്നത്, ഈ കാർഡ്ബോർഡ് എന്താണ്, പെട്ടെന്ന് വലിക്കണം. പെട്ടെന്ന് വലിക്കുന്ന സമയത്ത് ഈ കുപ്പിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒന്ന് പറഞ്ഞു നോക്ക്. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കുപ്പി എന്തെയും മറിയും. ഓക്കെ, അവിടെ പറഞ്ഞ ശരിയാണ്, കുപ്പി എന്തെയും മറിയും. എന്റെ ചോദ്യം, ഈ കുപ്പി എങ്ങോട്ടാണ് മറിയുന്നത്? എങ്ങോട്ടായിരിക്കും മറിയാ? ബാക്കിലേക്കായിരിക്കും അല്ലെ. അഥവാ ഞാൻ എങ്ങോട്ടാണ് വലിക്കുന്നത്, ആ വലിക്കുന്നതിന്റെ വിപരീത ദിശയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, കുപ്പി മറിയുന്നത്. അപ്പൊ ഇവിടെ കുപ്പി വിപരീത ദിശയിലേക്ക് മറിയാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു നോക്കൂ. അവിടെ ഒന്ന് പറഞ്ഞു നോക്കേ. ഓക്കെ, വെരി ഗുഡ്. ഓൻ പറഞ്ഞത് ജഡത്വമായിരിക്കും എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കേ, ഈ കാർഡ്ബോർഡിന്റെ മുകളിൽ കുപ്പി നിശ്ചലാവസ്ഥയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിശ്ചലാവസ്ഥയിലാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ, പെട്ടെന്ന് വലിക്കണ സമയത്ത് ഈ കുപ്പി ഏത് അവസ്ഥയിൽ തന്നെ തുടരാണ്? നിശ്ചലാവസ്ഥ എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെ തുടരാണ്. ഈ കുപ്പിക്ക് സ്വയം എന്തിനു കഴിയൂല, സ്വയം അതിനെന്തെയില്ല, ചലിക്കാനുള്ള കഴിവില്ല. അതാണ് വലിക്കണ സമയത്തും ആ കുപ്പി എന്തിലേക്ക് വരുന്നില്ല, ചലനാവസ്ഥയിലേക്ക് സ്വയം വരുന്നില്ല. ഇങ്ങനെ വരാത്തൊരു പ്രവണത അത് കാണിക്കുന്നുണ്ട്. അത് വരാൻ കഴിയാത്തൊരു ടെൻഡൻസി എന്ത് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ആ ഒരു ടെൻഡൻസി കാണിക്കുന്നത് കൊണ്ടാണ് കുപ്പി എന്ത് ചെയ്യുന്നത്, വിപരീത ദിശയിലേക്ക് മറിയുന്നത്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അതെന്ത് മറിയാനുള്ള കാരണം അതാണ്. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ കുപ്പിക്ക് ഇഷ്ടം എന്താണ്, ആ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനാണ് ഇഷ്ടം. അതിന് ഡിസ്റ്റർബ് ചെയ്യുന്നത് അതിന് ഇഷ്ടമല്ല. അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിനെ കണ്ടിന്യൂ ചെയ്യും, ആ റെസ്റ്റ് തന്നെ തുടരാനാണ് അത് ശ്രമിക്കുന്നത്. ഓക്കെ, അങ്ങനെ തുടരാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് കുപ്പി വിപരീത ദിശയിലേക്ക് മറിയുന്നത്. ഇങ്ങനെയുള്ള ചലനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നിശ്ചല ജഡത്വം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞത് ഇതിനെയാണ്. അപ്പൊ നിശ്ചല ജഡത്വം എന്ന് പറഞ്ഞാല് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിന് സ്വയം ചലനാവസ്ഥയിലേക്ക് വരാനുള്ള കഴിവില്ലായ്മയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നിശ്ചല ജഡത്വം എന്ന് പറഞ്ഞത്. The inability to body at rest. Okay, inertia of rest എന്ന് പറഞ്ഞാല് inertia of rest is the
tendency of a body to remain in its state of rest or its inability to change its state of rest by itself. അതിന് സ്വയം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മോശം എന്നുള്ള ഒരു സ്റ്റേറ്റിലേക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഇനബിലിറ്റി. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്, ഈ ന്യൂട്ടൺ ഫസ്റ്റ് ലോ അല്ലെ, ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിന് കാരണം ജഡത്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇനേർഷ്യ ആണെന്ന് മനസ്സിലാക്കി. ഈ ഇനേർഷ്യയിലെ 2 ടൈപ്സ് ഓഫ് ഇനേർഷ്യ മനസ്സിലാക്കണേ. ഒന്ന് നിശ്ചല ജഡത്വം, അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എന്താണ്, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിനെ സ്വയം ചലനാവസ്ഥയിലേക്ക് വരാനുള്ള കഴിവില്ലായ്മയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, നിശ്ചല ജഡത്വം എന്ന് പറഞ്ഞത്. ഇനി നമ്മള് വേറൊരു ജഡത്വത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അല്ലെ. ഏത് ജഡത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതേപോലെയാണ് എന്ത്, ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് എന്തിനും കഴിവുണ്ടാവില്ല, സ്വയം നിശ്ചലാവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു കഴിവില്ലായ്മ ഉണ്ടായിരിക്കാം. ആ ഒരു ചലനത്തെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ചലന ജഡത്വം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, അതിനൊരു എക്സ്പെരിമെന്റ് പറയാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പെരിമെന്റിനെ എടുക്കണം. ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട്, ആ വാട്ടർ ബോട്ടിൽ എന്തെങ്കിലും കാർബോർഡിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ, ആ വാട്ടർ ബോട്ടിൽ മുഴുവനായിട്ട് വെള്ളമുണ്ട്. ഈ കാർബോർഡിനെ മെല്ലെ മെല്ലെ നീക്കി കൊണ്ടുവരണേ. ആ കാർബോർഡിനെ മെല്ലെ നീക്കി കൊണ്ടുവരുന്ന സമയത്ത് ഈ വാട്ടർ ബോട്ടിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ നീക്കി കൊണ്ട് അതിന്റെ സ്പീഡ് ഞാൻ ഇങ്ങനെ കൂട്ടി, സ്പീഡ് കൂടുതൽ കൂടെ ആറും വരുന്നുണ്ട്, വാട്ടർ ബോട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഈ വാട്ടർ ബോട്ടില് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. അഥവാ ഈ നീക്കുന്നത് ഞാൻ എന്ത് ചെയ്യണേ, പെട്ടെന്ന് നിർത്തണം. പെട്ടെന്ന് നിർത്തിയാല് ഈ വാട്ടർ ബോട്ടിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, ഒന്ന് പറഞ്ഞു നോക്കൂ. എന്ത് ചെയ്യും, ഈ വാട്ടർ ബോട്ടിലും എന്ത് ചെയ്യും, മറിയും അല്ലെ. ഈ വാട്ടർ ബോട്ടിൽ ഇവിടെ മറിയുന്നത് എങ്ങോട്ടായിരിക്കും മറിയുന്നത്, മുന്നോട്ടായിരിക്കോ അതോ വിപരീത ദിശയിലേക്കായിരിക്കോ? എന്തായിരിക്കും, ഇവിടെ കുപ്പി മറിയുന്നത് അതേ ദിശയിലേക്കായിരിക്കും അല്ലെ. അതാ മുന്നോട്ടാണ് ഇവിടെ കുപ്പി മറിയുന്നത്. അതാ ഞാൻ എങ്ങോട്ടാണോ നീക്കുന്നത് ആ നീക്കുന്ന അതേ ദിശയിലേക്കാണ് കുപ്പി മറിയുന്നത്. അപ്പൊ അതിന് കാരണം ഇപ്പൊ എന്തായിരിക്കും, നേരത്തെ പറഞ്ഞ അതേപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഒന്ന് പറഞ്ഞു നോക്കൂ. എന്താണ്, ഇവിടെ കുപ്പി എന്താണ്, ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ചലിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുപ്പിയെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ കുപ്പി സ്വയം ഏത് അവസ്ഥയിലേക്ക് എത്തുന്നില്ല, നിശ്ചലാവസ്ഥയിലേക്ക് എത്തുന്നില്ല. അത് ഏത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ശ്രമിക്കുന്നത്, ആ ചലനാവസ്ഥയിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിനുള്ള ടെൻഡൻസിയാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, കുപ്പി മുന്നോട്ട് മറിയാനുള്ള കാരണം. അപ്പൊ ക്ലിയർ ആണോ? ഇത്തരം ജഡത്വത്തെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ചലന ജഡത്വം എന്ന് പറഞ്ഞത്. അഥവാ നമ്മൾ എന്താ മനസ്സിലാക്കിയത്, ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് സ്വയം നിശ്ചലാവസ്ഥയിലേക്ക് വരാനുള്ള കഴിവില്ലായ്മയാണ് എന്ത് പറഞ്ഞത്, ചലന ജഡത്വം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ഇനേർഷ്യ ഓഫ് മോഷൻ ഈസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു റിമെയിൻ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ or its inability to change its state of motion by itself. അഥവാ ആ മോഷന്റെ അതേ സ്റ്റേറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. ആ ഒരു സ്റ്റേറ്റ് അതിനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ചലന ജഡത്വം എന്ന് പറയാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായി, ജഡത്വം എന്നതിന് നമുക്ക് എന്ത് നിർവചനം നമുക്ക് നൽകാൻ കഴിയും? അപ്പൊ ജഡത്വം എന്ന് പറഞ്ഞ എന്താണ്, നമുക്കറിയാം, ഒരു വസ്തുവിന്റെ നിശ്ചലാവസ്ഥക്കോ അല്ലെങ്കിൽ നേർരേഖ സമചലനത്തിനോ സ്വയം അതിന്റെ അവസ്ഥക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് എന്ത് പറഞ്ഞത്, ജഡത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇനേർഷ്യ എന്ന് പറഞ്ഞാല്, ഇനേർഷ്യ ഈസ് ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or of uniform motion along a straight line by itself. സ്വയം അതിന്റെ അവസ്ഥയ്ക്ക് എന്തെയില്ല, റെസ്റ്റ് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മോഷനിലായിക്കോട്ടെ, ഏതാണെങ്കിലും സ്വയം അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ലായ്മ, ഇന്നബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനേർഷ്യ എന്ന് പറയുന്നത്.
അപ്പൊ ഇത്രയും ഭാഗം ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഇനേർഷ്യ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനേർഷ്യ ഓഫ് മോഷൻ എന്താ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റിനും ഇനേർഷ്യ ഓഫ് മോഷനും കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എക്സാമിന് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. ഇതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് നമ്മൾ നിശ്ചല ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, അതിന്റെ എക്സാമ്പിൾസ് എന്താ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഇപ്പോ മാവിന്റെ കൊമ്പ് നമ്മൾ കുലുക്കുകയാണെങ്കിൽ ആ കുലുക്കുന്ന സമയത്ത് ആ കൊമ്പ് എന്ത് ചെയ്യുന്നോ ചലിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, മാങ്ങ താഴോട്ട് വീഴുന്നതായിട്ട് കാണാം അല്ലെ? അതിന് കാരണം നിശ്ചല ജഡത്വമാണ്. എന്ന് വെച്ചാൽ ഇവിടെ എന്താ, നമ്മൾ കൊമ്പ് കുലുക്കുന്ന സമയത്ത് നമ്മള് അഥവാ ആദ്യം ആ മാങ്ങ എന്ത് ചെയ്യുന്നു, നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നൊരു മാങ്ങയാണ്. അപ്പൊ നമ്മളത് ചലിക്കാൻ തുടങ്ങിയാലും ആ മാങ്ങ എന്ത് ചെയ്യുന്നു, ആ നിശ്ചലാവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ടെൻഡൻസി കാണിക്കുന്നത്, അതിനുള്ള പ്രവണത കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊമ്പ് കുലുക്കുന്ന സമയത്ത് അത് അതേ സ്ഥാനത്ത് താഴെ വന്ന് വീഴാനുള്ള കാരണം അത് നിശ്ചലാവസ്ഥയിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യാന് ഉള്ളൊരു പ്രവണത കാണിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് താഴെ വന്ന് വീഴുന്നത്. ക്ലിയർ ആണ്? നമുക്ക് എന്താ പറയാ, when the branch of mango tree is shaken the mangoes falls. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം പറയണെങ്കിൽ, ഇപ്പോ നാണയം അട്ടിക്കട്ടിക്ക് വെച്ച് ഇരിക്കുന്നത് കാരംസ് കോയിൻ അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണത്, അട്ടിക്കട്ടിക്ക് വെച്ച നാണയത്തിന്റെ ഏറ്റവും അടിയത്തെ നാണയത്തെ നമ്മൾ സ്ട്രൈക്കർ ഉപയോഗിച്ച് നമ്മൾ തട്ടാണ് വിചാരിക്കുക. സ്ട്രൈക്കർ ഉപയോഗിച്ച് നമ്മൾ തട്ടുന്ന അവസരത്തിൽ എന്താ സംഭവിക്കുക, ഏറ്റവും അടിയത്തെ നാണയം എന്ത് ചെയ്യും, അടുത്തെറിക്കും അല്ലെ, ബാക്കിയുള്ള എന്ത് ചെയ്യും അവിടെ തന്നെ നിൽക്കുന്നതായി കാണാം. നിങ്ങൾക്ക് ചെയ്ത് പരിചയമുള്ളതാണ് അല്ലെ, എല്ലാവർക്കും കളിച്ച് പരിചയം ഉണ്ടാവും. അപ്പൊ അവിടെ നോക്കി അവിടെ എന്ത് സംഭവിക്കും, അത് അവിടെ ആ ഒരു ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ ജഡത്വമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്ക്. എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞോക്കൂ. എന്താണ്, നിശ്ചല ജഡത്വമാണ്. കറക്റ്റ് ആണ്. അതെങ്ങനെ സംഭവിക്കണത്, ഇവിടെ അടിയത്തെ നാണയം നമ്മൾ തട്ടുന്നത് അല്ലെ, അപ്പൊ ബാക്കിയുള്ള നാണയങ്ങൾ ബാക്കിയുള്ള കോയിനുകളൊക്കെ എന്താണ്, റെസ്റ്റ് എന്നുള്ള സ്റ്റേറ്റിൽ അത് കണ്ടിന്യൂ ചെയ്യാണ്, അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ അതെന്താണ് തുടരാണ്. ആ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണത കാണിക്കുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള മറ്റു നാണയങ്ങളൊക്കെ അതേ പൊസിഷനിൽ നിൽക്കുന്നത്. താഴത്ത് മാത്രം തെറിക്കാനുള്ള കാരണം അതാണ്. ക്ലിയർ ആണോ? We can strike off the lowest coin from a pile of a caroms coin without disturbing the other coins. ക്ലിയർ അല്ലേ? മറ്റു കോയിൻസ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ ഏറ്റവും ലോവസ്റ്റ് കോയിനെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, മറ്റു കോയിൻസ് ഒക്കെ എന്ത് ചെയ്യും, റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും. താഴത്തെ കോയിന് മാത്രം എന്ത് ചെയ്യുള്ളൂ, അത് തെറിച്ച് പോകുന്നുള്ളൂ. അതാണ് മറ്റൊരു എക്സാമ്പിൾ. ഇനി വേറൊരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പൊ കാർപ്പറ്റ്, ഈ കാർപ്പറ്റിലെ പൊടി നമ്മൾ തട്ടാണ് ചേർക്കുക. പൊടി നമ്മൾ തട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചവിട്ടിത്തൊക്കെ നമ്മൾ പൊടി നമ്മൾ തട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കുക, ആ പൊടി എന്ത് ചെയ്യും, നമ്മൾ എങ്ങോട്ട് തട്ടാണ് നമ്മൾ നിൽക്കുന്ന അതേ പൊസിഷനിൽ എന്ത് ചെയ്യും, പൊടി താഴെ വന്ന് വീണതായിട്ട് കാണാം അല്ലേ. നമ്മൾ ചവിട്ടി നമ്മൾ അങ്ങനെ ഒരു വടി വെച്ച് നമ്മൾ തട്ടുകയാണെങ്കിൽ അങ്ങനെ തെറിച്ചാണോ പോകാറുള്ളത്, പൊടി മുന്നോട്ട് തെറിക്കാറുണ്ടോ, മുന്നോട്ട് തെറിച്ച് പോകുന്ന നമ്മൾ കാണാറില്ല. അതെന്ത് ചെയ്യാം, ആ പൊടി എന്ത് ചെയ്യും അവിടെ തന്നെ താഴെ വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കാണാനുള്ള കാരണം എന്തുതന്നെയാണ്, അതും എന്താണ്, നിശ്ചല ജഡത്വത്തിനുള്ളൊരു എക്സാമ്പിൾസ് ആണ്. ടു ക്ലീൻ എ കാർപ്പറ്റ് വി ബീറ്റ് ഇറ്റ് വിത്ത് സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കാർപ്പറ്റ് തട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, പൊടി എന്ത് ചെയ്യും അവിടെ തന്നെ അത് വീഴാണ് സംഭവിക്കുന്നത്. ഇതും എന്താണ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റിനുള്ള ഒരു എക്സാമ്പിൾസ് ആണ്. വേറൊരു എക്സാമ്പിൾസ് നിങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഒരു കാലിയായിട്ടുള്ളൊരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിന്റെ മുകളിൽ ചെറിയൊരു കാർഡ്ബോർഡ് വെക്കുക. കാർഡ്ബോർഡിന്റെ മുകളിൽ ഒരു കോയിന് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഗ്ലാസിന്റെ താഴ്ഭാഗത്ത് പിടിച്ചുകൊണ്ട് ഈ കാർഡ്ബോർഡിനെ തട്ടിത്തെറിപ്പിക്കുക. അപ്പൊ കാർഡ്ബോർഡിനെ തട്ടിത്തെറിപ്പിക്കുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക ഒന്ന് പറഞ്ഞു നോക്കൂ. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, ആ നാണയം അവിടുന്ന് തെറിച്ചു പോകുമോ? ഇല്ല. ഇവിടെ എന്താ സംഭവിക്കാച്ചാല്, നമ്മൾ കാർഡ്ബോർഡിനെ തെറിപ്പിക്കുന്ന സമയത്ത് കാർഡ്ബോർഡ് മുന്നോട്ട് പോകും, നാണയം എന്ത് ചെയ്യും
ആ ഗ്ലാസ്സിലേക്ക് വീഴുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചത്, ആ കോയിൻ എന്ത് ചെയ്യുന്നു, റെസ്റ്റ് എന്നുള്ള ഒരു അവസ്ഥയിലാണ് കണ്ടിന്യൂ ചെയ്തത് അല്ലെ. അപ്പൊ കാർഡ്ബോർഡിനെ നമ്മൾ തെറിപ്പിക്കുന്ന സമയത്ത് കാർഡ്ബോർഡ് മാത്രം എന്ത് ചെയ്യുന്നു, മുന്നോട്ട് വീഴുന്നു. കോയിൻ എന്ത് ചെയ്യുന്നു, ആ റെസ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു പ്രവണത കാണിക്കുന്നു. അതുകൊണ്ടാണ് കോയിന് അവിടെ തന്നെ വീഴുന്നതും കാർഡ്ബോർഡ് മുന്നോട്ട് തെറിച്ചു പോകാനുള്ള കാരണം. ഇതും എന്ത് തന്നെയാണ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റിനുള്ള എക്സാമ്പിൾസ് ആണ്. പ്ലേസ് എ കാർഡ്ബോർഡ് ഓൺ ദ tumbler or a tumbler and a heavy coin on the card. When they strike the card, suddenly the coin falls into the tumbler. Clear അല്ലേ? അപ്പോൾ ഈ 3 എക്സാമ്പിൾസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റിനുള്ള എക്സാമ്പിൾസ് ആണ്, അല്ലെങ്കിൽ നിശ്ചല ജഡത്വത്തിനുള്ള ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ചലന ജഡത്വത്തിനുള്ള ഉദാഹരണങ്ങളാണ്. ഇപ്പൊ നിശ്ചല ജഡത്തിനുള്ള ഉദാഹരണങ്ങൾ മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി ചലന ജഡത്വത്തിന്റെ ഉദാഹരണം നമുക്ക് നോക്കാം. ഒന്ന് പറഞ്ഞു നോക്കാം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളുടെ സ്കൂളിൽ സ്പോർട്സ് മീറ്റിംഗ് നടക്കാറുണ്ട് അല്ലെ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു എക്സാമ്പിൾസ് ഉണ്ട്. പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾ ഓട്ട മത്സരം കാണാറില്ലേ? ഉണ്ട് അല്ലെ. 100 മീറ്റർ ഓട്ട മത്സരത്തിന് നമ്മൾ ഏറ്റവും വേഗതയുള്ള ഓട്ടക്കാരനെ തെരഞ്ഞെടുക്കുന്നതൊക്കെ അങ്ങനെയാണ് അല്ലെ. അവിടെ നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓരോ ഹൗസിന്റെ ആളുകളായിരിക്കും അല്ലെ. ആരായിരിക്കും മുന്നിലെ നമ്മളിങ്ങനെ എന്തായിരിക്കും നോക്കിയിരിക്കും അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫിനിഷിംഗ് ലൈനിൽ പോയിട്ട് നമ്മൾ നിൽക്കും, ആ ഓടി വരുന്ന ആളെ, മുന്നിൽ വരുന്ന ആളെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ടീച്ചർമാര് നിങ്ങളെ അങ്ങനെ ഫിനിഷിംഗ് ലൈനിൽ നിർത്താറുണ്ടോ? നിങ്ങളെ ഇല്ല. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ നിർത്താതിരിക്കാനുള്ള കാരണം എന്താണ് അറിയോ? നിങ്ങളും എന്ത് ചെയ്യും, മറിഞ്ഞു വീയും. അപ്പൊ നോക്ക്, അവിടെ ഈ ചലന ജഡത്വമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്ക്, നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഓടി വരുന്ന ഒരാള് അതിവേഗതയിലാണ് ഓടി വരുന്നത് അല്ലെ. ആ വരുന്ന സമയത്ത് ഫിനിഷിംഗ് ലൈനിങ് വരെ ഞങ്ങൾക്ക് ഓടാനുള്ളത്. അതൊരു ഓടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും പിന്നെ അവിടുന്ന് എന്ത് ചെയ്യും, അദ്ദേഹം സ്വയം ഇങ്ങനെ ഓടുന്നതായിട്ട് കാണാം. അഥവാ അയാള് ചലനാവസ്ഥയിലാണ്. ഇപ്പൊ ആ കുട്ടി ഏത് അവസ്ഥയിലാണ്? ചലനാവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ ആ സ്റ്റോപ്പ് കഴിഞ്ഞാലും അത് ഏത് അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ആ ചലനാവസ്ഥയിൽ തന്നെ അത് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. അതിന് റെസ്റ്റിലേക്ക് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് അത് ഫിനിഷിംഗ് ലൈനിൽ കഴിഞ്ഞിട്ടും അതെന്ത് ചെയ്യുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആണല്ലോ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ആരെയും ഫിനിഷിംഗ് ലൈനിൽ നിർത്താതിരിക്കാനുള്ള കാരണം. അതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അഥവാ നിങ്ങൾ നിന്നാലുള്ള ഒരു അവസ്ഥ ചിന്തിച്ചൊക്കെ നിങ്ങളും അവരെ കൂടെ എന്ത് ചെയ്യും, മറിഞ്ഞു വീഴും ഒന്നെങ്കിൽ. അല്ലെങ്കിൽ എന്തായാലും നിങ്ങളെ മുന്നില് ഓടി വരുന്ന ഒരാൾ നിങ്ങളെ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേക്കുമാണ് ഓടേണ്ടത് എന്ന് അയാൾക്ക് ബോധ്യം ഉണ്ടാവും. അപ്പൊ അയാൾ കുറച്ച് മുന്നേ തന്നെ അയാളെ ഓട്ടത്തിന്റെ സ്പീഡ് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ആ ഒരു അവസരത്തിൽ അയാൾ പിറകിലാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത്ലറ്റ് ഓടി വരുന്ന അത്ലറ്റ് ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞും ഓടാനുള്ള കാരണം എന്തിനുള്ള ഉദാഹരണമാണ്? ചലന ജഡത്വത്തിനുള്ള ഉദാഹരണമാണ്. റണ്ണിംഗ് അത്ലറ്റ് cannot stop by himself abruptly at the finishing line. ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞാലും പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇതെന്തിനുള്ള എക്സാമ്പിൾസ് ആണ്? ഇനേർഷ്യ ഓഫ് മോഷൻ ഉള്ള എക്സാമ്പിൾസ് ആണ്. ക്ലിയർ? ഇനി മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്താല് എന്താ സംഭവിക്കുക? നമ്മൾ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാരാണെങ്കിൽ മുന്നോട്ട് വീഴുന്നതായിട്ട് കാണാറുണ്ട് അല്ലെ. ഇവിടെ മുന്നോട്ട് വീഴാനുള്ള കാരണം എന്തായിരിക്കും? നമ്മുടെ ശരീരം എന്താണ്, ചലനാവസ്ഥയിൽ തന്നെ തുടരുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ബസ് പെട്ടെന്ന് എന്ത് ചെയ്തു, റെസ്റ്റിലേക്ക് വന്നു. അപ്പൊ നമ്മുടെ ബോഡി എന്തിലേക്ക് വന്നിട്ടില്ല, റെസ്റ്റിലേക്ക് വന്നിട്ടില്ല. അത് ആ ചലനാവസ്ഥയിൽ തന്നെ എന്ത് ചെയ്യുന്നു, തുടരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മുന്നോട്ട് വീഴാനുള്ള കാരണം. നമുക്ക് ഇത് ചലന ജഡത്വത്തിനുള്ള ഉദാഹരണമാണ്. ഇനി നിശ്ചല ജഡത്തിന് വേണമെങ്കിൽ നമുക്ക് ഉദാഹരണം അറിയാം. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്, നമ്മൾ നിൽക്കുന്ന യാത്രക്കാരാണെങ്കിൽ ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിറകോട്ട് വീഴുന്നതായിട്ട് കാണാറുണ്ട് അല്ലെ. പിറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ആ പിറകോട്ട്
പോകുന്നതായിട്ട് തോന്നാൻ കാരണം എന്താണ്? നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്താണ് റെസ്റ്റ് എന്നുള്ളൊരു അവസ്ഥയിൽ തുടരുകയായിരുന്നു. ബസ് പെട്ടെന്ന് എന്ത് ചെയ്തോ ചലനാവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ശരീരം ചലനാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അതെന്ത് ചെയ്യുന്നത്? നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിറകോട്ട് പോകാനുള്ള കാരണം. അത് നിശ്ചല ജഡത്വത്തിനുള്ള ഉദാഹരണമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള കാരണം ചലന ജഡത്വത്തിനുള്ള ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് മോഷനുള്ള ഉദാഹരണമാണ്. A person stepping out of a moving bus has to run forward a few steps. അതിന് കാരണം ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. ക്ലിയർ? ഇനി മറ്റൊരു എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാന് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താലും അതെന്ത് ചെയ്യും? കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യും? കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്താണ് അവിടെ ഫാനിന്റെ ലീഫ് ഏതൊരു അവസ്ഥയിലായിരുന്നു? ചലനാവസ്ഥയിലായിരുന്നു. അത് ആ അവസ്ഥയിൽ തന്നെ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്യുന്നു. അതും എന്തിനുള്ള എക്സാമ്പിൾസ് ആണ്? ചലന ജഡത്വത്തിനുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? എ ഫാൻ കണ്ടിന്യൂ ടു റൊട്ടേറ്റ് ഫോർ സം ടൈം ഈവൻ ആഫ്റ്റർ ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഓഫ്. സ്വിച്ച് ഓഫ് ചെയ്താലും എന്ത് ചെയ്യുന്നു? ഫാനിന്റെ ലീഫ് എന്ത് ചെയ്യുന്നു? മോഷൻ എന്നുള്ള ഒരു സ്റ്റേറ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് എന്തിനുള്ള എക്സാമ്പിൾസ് ആണ്? ഇനേർഷ്യ ഓഫ് മോഷൻ ഉള്ളൊരു എക്സാമ്പിൾസ് ആണ്. ഇനി വേറൊരു ഉദാഹരണം പറയണെങ്കിൽ, ഇപ്പൊ ലോങ് ജമ്പ് ചാടുന്ന ഒരാള് ചാടാന്നുള്ളത് അയാളെ പ്രോസസ്സ് ഉള്ളൂ അല്ലെ. പക്ഷെ അയാൾ എങ്ങനെ ചാടുന്നത്? ഓടി വന്നിട്ടാണ് ചാടുന്നത്. അപ്പൊ ഓടി വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലോങ് ജമ്പ് ചാടുന്ന ആള് ചാടുന്നത്. അങ്ങനെ ഓടി വന്നിട്ട് ചാടുന്നത്, ലോങ് ജമ്പ് ചാടുന്നതിനുള്ള കാരണം എന്തിനുള്ള എക്സാമ്പിൾസ് ആണ്? ഇനേർഷ്യ ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന ജഡത്വത്തിലുള്ളൊരു എക്സാമ്പിൾസ് ആണ്. അത്ലറ്റ് റണ്ണിങ് സം ടൈംസ് ബിഫോർ മേക്കിംഗ് എ ലോങ് ജമ്പ്, അത് എന്തിനുള്ള എക്സാമ്പിൾസ് ആണ്? ഇനേർഷ്യ ഓഫ് മോഷൻ ഉള്ളൊരു എക്സാമ്പിൾസ് ആണ്. ഇത്രയും ഭാഗം എന്താണ്? ചലന ജഡത്വത്തിനുള്ള ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് മോഷനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമ്മള് ഇനേർഷ്യ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്താണ് അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ മനസ്സിലാക്കി, ഇനേർഷ്യ ഓഫ് മോഷൻ എന്താണെന്ന് മനസ്സിലാക്കി, അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്താ മനസ്സിലാക്കി? ഫസ്റ്റ് ലോക്ക് കാരണം ഇനേർഷ്യ എന്ന് മനസ്സിലാക്കി. ഇനേർഷ്യന് 2 ടൈപ്സ് ഓഫ് ഇനേർഷ്യ ഉണ്ട്. നിശ്ചല ജഡത്വം ഉണ്ട്, അതുപോലെ തന്നെ ചലന ജഡത്വം ഉണ്ട്, അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, ഇനേർഷ്യ ഓഫ് മോഷൻ ഉണ്ട്. അതിന് ഓരോന്നിനുള്ള ഉദാഹരണങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്രയും ഭാഗം ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട്, ജഡത്വവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഈ ജഡത്വം എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അടുത്ത ചെറിയൊരു ടോപ്പിക്കാണ് മാസും ജഡത്വം. മാസും ജഡത്വവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണില്ലേ? അടുത്ത ടോപ്പിക്കാണ് ജഡത്വം. നമ്മൾ മനസ്സിലാക്കി അല്ലേ? മാസും ജഡത്വവും. മാസും ജഡത്വവും അല്ലെങ്കിൽ മാസ് ആൻഡ് ഇനേർഷ്യ. അപ്പൊ നോക്കുക, ഒരു വേഗതയിൽ വരുന്ന വാഹനം, ഒരു വേഗതയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ബസ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് വളവിലെത്തുന്ന സമയത്തും അതേ വേഗതയിൽ ഓടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആ ബസ് എന്ത് ചെയ്യുന്നത്? മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ സാധാരണ നിലയിൽ വളവിലെത്തുന്ന സമയത്ത് വാഹനങ്ങളൊക്കെ സ്പീഡ് കുറക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ വേഗത കുറക്കാറുണ്ട്. അപ്പൊ എന്തിനായിരിക്കും ഇവിടെ വേഗത കുറക്കാനുള്ള കാരണം? ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം. ഇപ്പൊ ബസ്സാണെങ്കിൽ ബസ്സിൽ ഒരുപാട് യാത്രക്കാരുണ്ട്, അഥവാ ബസ്സിന് മാസ് എന്താണ്? കൂടുതലാണ്. മാസ് കൂടുതലാണ് സമയത്ത് അതിന്റെ ചലനം എന്താണ്? കൂടുതലാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു, മാസ് കൂടുതലുള്ള ഒരു വസ്തു ചലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വളവിലാണ് വളവില് റോഡിന്റെ വളവിലൊക്കെ എന്താ ചെയ്യുന്നത്? എത്ര സമയത്ത് മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അഥവാ മാസ് കൂടുന്ന സമയത്ത് ആ ബസ്സിന് എന്താണ്? ജഡത്വം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ എന്താണ്? ചലിച്ചു കൊണ്ടിരിക്കണല്ലോ ബസ്. അപ്പൊ ആ ചലിച്ചുകൊണ്ട് തന്നെ തുടരാനുള്ള പ്രവണത ആയിരിക്കും കാണിക്കുക. അപ്പൊ ഒന്നെങ്കിൽ യാത്രക്കാർ തെറിച്ചു പോകാനോ അല്ലെങ്കിൽ അത് മറിഞ്ഞു വീഴാനൊക്കെ ഉള്ള ചാൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും.
അതുകൊണ്ടാണ് റോഡിന്റെ വളവിലൊക്കെ എത്തുന്ന സമയത്ത് വാഹനങ്ങളുടെ വേഗത കുറക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ ലോറിയിൽ നമ്മള് എന്തെങ്കിലും വസ്തുക്കൾ കയറ്റി കൊണ്ട് പോവുകയാണെങ്കിലൊക്കെ ആ വളവിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, വേഗത കുറക്കുന്നുണ്ടാവും. കാരണം തടി ഒക്കെ ലോറിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഇതിന് മാസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. മാസ് കൂടുതൽ സമയത്ത് അതിന്റെ ജഡത്വം എന്തായിരിക്കും, ജഡത്വം കൂടുതലായിരിക്കും. അപ്പൊ ജഡത്വം കൂടാതെ ഇനേർഷ്യ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ നമ്മളവിടെ വേഗത കുറക്കുന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യുന്നത്, മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ആ സമയത്ത് വേഗത കുറക്കണമെന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ആന നമ്മുടെ പിറകെ ഓടുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറില്ലേ, വളഞ്ഞു തിരിഞ്ഞ് ഓടിയാൽ മതി. നമ്മളെ പിന്നാലെ ആന ഓടി വരികയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പറയുന്നത് വളഞ്ഞു തിരിഞ്ഞ് ഓടിയാൽ മതി എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ സിഗ്സാഗ് മോഷനിൽ പോയാൽ മതി എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കും നോക്കുക. നമ്മുടെ മാസും ആനയുടെ മാസും തമ്മിൽ താരതമ്യം ചെയ്യാം. അപ്പൊ ആർക്കാ മാസ് കൂടുതല്? ആനക്ക് എന്താണ്, നമ്മളെ അപേക്ഷിച്ച് മാസ് എന്താണ്, കൂടുതലാണ്. അപ്പൊ മാസ് കൂടുതലാണ് നമ്മുടെ പിറകെ ഓടി വരികയാണെങ്കിൽ, നമ്മൾ സിഗ്സാഗ് മോഷനിൽ പോയാൽ, നമ്മൾ വളഞ്ഞു തിരിഞ്ഞു പോയാൽ, നമ്മളെ ദിശ എന്താണ്, മാറിക്കൊണ്ടേയിരിക്കാണ് അല്ലെ. അപ്പൊ ദിശ മാറിക്കൊണ്ടിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതേപോലെ മാസ് കൂടുതലുള്ള ആനക്ക് പെട്ടെന്ന് ദിശ മാറാനുള്ള കഴിവുണ്ടോ? പെട്ടെന്ന് ദിശ മാറാൻ കഴിയോ? അതിന് സ്വയം എന്തെയില്ല, അതിന് ദിശ മാറാൻ സാധ്യത കുറവാണ്. കാരണം എന്താണ്, അതിന് മാസ് കൂടുന്ന സമയത്ത് എന്തായിരിക്കും, ജഡത്വം കൂടും. ജഡത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു വസ്തു ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ തന്നെ അതെന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. ആ അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് വരാനുള്ള കഴിവില്ലായ്മയാണ് എന്ത് പറയുന്നത്, ജഡത്വം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കി, മാസ് കൂടുതലായാൽ എന്ത് ചെയ്യുന്നു, ജഡത്വം കൂടുതലാണ്. അപ്പൊ ഈ ആനക്ക് എന്താണ്, മാസ് കൂടുതലാണ്. മാസ് കൂടുന്ന സമയത്ത് ഇതിന് എന്തും കൂടുതലാണ്, ജഡത്വം കൂടുതലാണ്. ജഡത്വം കൂടുതലായത് കൊണ്ട് തന്നെ അതിന് സ്വയം എന്തില്ല, അതിന്റെ ദിശ മാറാന് പ്രയാസമാണ്. അപ്പൊ നമ്മളെ പിടിക്കാനുള്ള സാധ്യത കുറവായിരിക്കും, നമ്മൾ വളഞ്ഞ് പൊളഞ്ഞ് ഓടിയിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കിയത്, മാസും ജഡത്വവും തമ്മിലുള്ള ബന്ധം എന്താ മനസ്സിലാക്കിയത്? മാസ് കൂടുതലാണെങ്കിൽ ജഡത്വം എന്തായിരിക്കും, കൂടുതലായിരിക്കും. അല്ലെങ്കിൽ മാസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇനേർഷ്യ എന്തെയും ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് മാസും ജഡത്വവും തമ്മിലുള്ള ബന്ധം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മള് ഇത്രയും ഭാഗം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് ചർച്ച ചെയ്തത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്താ മനസ്സിലാക്കി, അതിന് കാരണം ജഡത്താണെന്ന് മനസ്സിലാക്കി, ജഡത്തിന് 2 തരത്തിലുണ്ടെന്ന് മനസ്സിലാക്കി, നിശ്ചല ജഡത്വമുണ്ട്, ചലന ജഡത്തുണ്ടെന്ന് മനസ്സിലാക്കി, ഓരോന്നിനുള്ള ഉദാഹരണങ്ങളും മനസ്സിലാക്കി അല്ലെ. പിന്നീട് അവസാനം നമ്മൾ ചെറിയ ടോപ്പിക് പറഞ്ഞു, മാസും ജഡത്വവും തമ്മിലുള്ള ബന്ധം, മാസ് ആൻഡ് ഇനേർഷ്യ തമ്മിലുള്ള റിലേഷന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇത്രയും ഭാഗം ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നോക്കിയിട്ട് വരാം. ഇനി ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്സ്.